ربنا زدنا علما نافعا آتنا حسنة في حياتنا هب لنا قرة آتنا هداية نحن عبادك يا إلهنا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. LMLPS ചേനാങ്കോട് സ്കൂളിലെ 2ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? എല്ലാവരും ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്താണ് കാരണം? എന്താണ്? സ്കൂള് തുറക്കാൻ പോകുന്നു. ആ വാർത്ത കേട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. എല്ലാവർക്കും ഇഷ്ടമാണോ സ്കൂളിൽ വരാൻ? സ്കൂളിൽ വന്നാൽ നമുക്ക് കളിക്കാം, കൂട്ടുകാരടുത്ത് ഓടാം, ചാടാം, കളിക്കാം, പഠിക്കാം, എല്ലാം ചെയ്യാം അല്ലേ? എല്ലാവർക്കും അത് ഇഷ്ടമാണല്ലേ? എങ്കിൽ നമുക്ക് ഇന്ന് പുതിയ ക്ലാസ് പഠിച്ചാലോ? എല്ലാ കൂട്ടുകാരും റെഡിയാണോ? എങ്കിൽ ഞാനും ഇതാ റെഡി. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പാഠത്തിന്റെ പേരെന്താണ്? അൽ മവദ്ദത്ത്, പരസ്പര സ്നേഹം അല്ലേ? നമ്മൾ ഈ പാഠത്തിൽ ആരുടെ കഥയാണ് പഠിച്ചത്? നമ്മൂലിന്റെ അല്ലേ? നമ്മൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ചെറിയ ഉറുമ്പാണ്. നംലുൻ സഗീറുൻ ആണല്ലേ? നമ്മൂലിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. അതിലെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളുണ്ട്, അത് നോക്കൂ. നംലുൻ, നംലുൻ എന്താണ്? ഉറുമ്പ്. ഹിജ്റുൽ ഉമ്മി, ഉമ്മയുടെ മടിത്തട്ട്. വറാ, പുറകിൽ അല്ലെങ്കിൽ പിന്നിൽ. ജദ്ദുൻ, പിതാമഹൻ, അപ്പുപ്പ. ഖുർബ്, അടുത്ത്. ബാഹത്തുൽ ബൈത്ത്, വീടിന്റെ മുറ്റം. ബാഹത്തുൽ ബൈത്തിന്റെ മാന എന്താണ്? വീടിന്റെ മുറ്റം. ആദത്ത്, പതിവ്, ദിനമുള്ള ഓരോ ദിവസമുള്ള പ്രവൃത്തി, ദിനചര്യ അല്ലെങ്കിൽ പതിവ്. ത്വആമുൻ, ഭക്ഷണം. യൻഷുദു, തിരയുന്നു അല്ലെങ്കിൽ അന്വേഷിക്കുന്നു. ഭക്ഷണം തിരയുക അല്ലെങ്കിൽ ഭക്ഷണം അന്വേഷിക്കുക. അപ്പോൾ അന്വേഷിക്കുക എന്നുള്ള വാക്കിനാണ് അറബിയിൽ പറയുന്നത് യൻഷുദു. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മൂലിന്റെ കഥ മനസ്സിലായോ? പിന്നെ നമ്മൾ കുറെ ചോദ്യോത്തരങ്ങളും ഇതിൽ പഠിച്ചു. അതെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായോ? എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വർക്കാണ് അടുത്ത പേജിൽ. എല്ലാ കൂട്ടുകാരും 49ാമത്തെ പേജ് എടുക്കൂ. നുലാഹിലു വനഖറഉ, ചിത്രം നിരീക്ഷിക്കുക, നമുക്ക് വായിക്കാം. ചിത്രങ്ങൾ നോക്കൂ കൂട്ടുകാരെ. ഇതിൽ ആരുണ്ട്? നമ്മുടെ നമ്മൂലുണ്ട് അല്ലേ? അതിനെ നമ്മൂൽ. നമ്മൂൽ എവിടെയാണ്? നമ്മൂൽ എന്ത് ചെയ്യുന്നു? നമുക്ക് ഓരോ ചിത്രമായി പരിശോധിക്കാം. ഇവിടെ നമ്മൂൽ എന്ത് ചെയ്യുന്നു? നമ്മൂൽ ഫീ ഹിജ്രിൽ ഉമ്മി. നമ്മൂൽ ഫീ ഹിജ്രിൽ ഉമ്മി. നമ്മൂൽ എവിടെ ഇരിക്കുന്നു? അമ്മയുടെ മടിത്തട്ട്. നമ്മൂൽ ഫീ ഹിജ്രിൽ ഉമ്മി. ഹിജ്ർ, മടി, മടിത്തട്ട്, അമ്മയുടെ മടിയിലിരിക്കുന്നു. അടുത്ത ചിത്രം നോക്കൂ. നമ്മൂൽ എവിടെയാണ്? നമ്മൂൽ യഖൂമു ബൈനൽ ജദ്ദി വൽ ജദ്ദതി. യഖൂമു ബൈനൽ ജദ്ദി വൽ ജദ്ദതി. നമ്മൂൽ എവിടെ ഇരിക്കുന്നു? ജദ്ദിന്റെയും ജദ്ദത്തിന്റെയും ഇടയിൽ നിൽക്കുന്നു. മൂന്നാമത്തെ ചിത്രം നോക്കൂ. ഇവിടെ നമ്മൂൽ എന്ത് ചെയ്യുന്നു? നമ്മൂൽ യഖൂമു ബിഖുർബിൽ അബി. നമ്മൂൽ യഖൂമു, നമ്മൂൽ എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു. എവിടെ? ബിഖുർബിൽ അബി, അബിന്റെ അടുത്ത്, പാപ്പയുടെ അടുത്ത് നിൽക്കുന്നു. നാലാമത്തെ ചിത്രം. യൽഅബു നമ്മൂൽ മഅൽ അഖി വൽ ഉഖ്തി. നമ്മൂൽ എന്ത് ചെയ്യുന്നു? സഹോദരനൊപ്പവും സഹോദരിയോടൊപ്പവും കളിക്കുന്നു. യൽഅബു നമ്മൂൽ, നമ്മൂൽ കളിക്കുന്നു. ആരോടൊപ്പം? മഅൽ അഖി, സഹോദരനോടൊപ്പം. വൽ ഉഖ്തി, സഹോദരിയോടൊപ്പം. അപ്പോൾ കൂട്ടുകാർ, ഇതിൽ നമ്മൾ കുറെ വാക്കുകൾ പഠിച്ചു. അബു പഠിച്ചു അല്ലേ? അബുനാരാണ്? പാപ്പ. ഉമ്മുൻ, ഉമ്മ പഠിച്ചു. ജദ്ദ്, ജദ്ദത്ത്, അപ്പുപ്പൻ, അമ്മുമ്മ. അതുപോലെ അഖുൻ, സഹോദരൻ. ഉഖ്ത്, സഹോദരി. അങ്ങനെ കുറെ വാക്കുകൾ, കുടുംബവുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചു. എങ്കിൽ ഇതുകൊണ്ടുള്ള വർക്കാണ് അടുത്ത വർക്ക്. എല്ലാ കൂട്ടുകാരും 50ാമത്തെ പേജ് എടുക്കൂ.
നുകമ്മിലു ഷംസൽ മുഫ്രദാത്തി ലി ഉസ്റത്തിന. നുകമ്മിലു നമുക്ക് പൂർത്തിയാക്കാം, നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഷംസൽ മുഫ്രദാത്തി പദസൂര്യൻ ലി ഉസ്റത്തിന നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഫാമിലിയെ പറ്റിയുള്ള പദസൂര്യനാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? പൂർത്തിയാക്കാം. കൂട്ടുകാർ നോക്കൂ, ഉസ്റത്തുൻ. ഉസ്റത്തുൻ മാന എന്താണ്? ഉസ്റത്തുൻ ഫാമിലി, കുടുംബം. കുടുംബവുമായി ബന്ധപ്പെട്ട കുറെ വാക്കുകൾ നമ്മൾ പഠിച്ചു. നോക്കൂ, അമ്മുൻ. അമ്മുൻ എന്താണ്? അമ്മുൻ എന്നുള്ളത് ആ കൊച്ചാപ്പ എന്നുള്ളതാണ് അല്ലേ. ഇബ്നുൻ എന്താണ്? ഇബ്നുൻ മകൻ. ഇനി മറ്റുള്ള വാക്കുകൾ നമ്മൾ പഠിച്ച മറ്റുള്ള വാക്കുകൾ കൂടി കൂട്ടുകാർ ഇതിന് ചുറ്റും പൂർത്തീകരിക്കുക. ഏതൊക്കെ വാക്കുകൾ നമുക്ക് എഴുതാൻ പറ്റും? ആദ്യം നമുക്ക് എഴുതാം അബുൻ. അബുൻ ആരാണ് കൂട്ടുകാരെ? വാപ്പ. ഉമ്മുൻ. ഉമ്മുൻ ആരാണ്? ഉമ്മ. അമ്മുൻ കൊച്ചാപ്പ അല്ലെങ്കിൽ പിതൃവ്യൻ. അമ്മത്തുൻ കുഞ്ഞുമ്മ അല്ലെങ്കിൽ പിതൃവ്യ. ഇബ്നുൻ. ഇബ്നുൻ ആരാണ്? മകൻ. ഇബ്നത്തുൻ മകൾ. ഇബ്നത്തുൻ ആരാണ്? മകൾ. അടുത്ത വാക്ക് ജദ്ദുൻ. ജദ്ദുൻ ആരാണ്? അപ്പൂപ്പൻ അല്ലെങ്കിൽ ഉപ്പാപ്പ. ജദ്ദത്തുൻ ഉമ്മാമ. അപ്പോൾ ഫാമിലിയുമായി ബന്ധപ്പെട്ട കുറെ വാക്കുകൾ നമ്മൾ ഇതുവരെ പഠിച്ചു. ആ വാക്കുകളാണ് ഈ പദസൂര്യന് ചുറ്റും നമ്മൾ എഴുതേണ്ടത്. എങ്കിൽ ഫാമിലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ചു വാക്കുകൾ കൂടിയുണ്ട്. അത് സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാ കൂട്ടുകാരും നോക്കൂ. കശ്ഫു അഅ്ലാഉൽ ഉസ്റതി, കുടുംബാംഗങ്ങളുടെ പട്ടിക നോക്കൂ. അബുൻ അല്ലെങ്കിൽ വാലിദുൻ. അബുൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ പിതാവ്, വാപ്പ അല്ലെ. അബുൻ എന്നും പറയും, വാലിദുൻ എന്നും പറയും, പിതാവ്. ഉമ്മുൻ അല്ലെങ്കിൽ വാലിദത്തുൻ. ഉമ്മുൻ എന്നും പറയും, വാലിദത്തുൻ എന്നും പറയും. ആരാണ്? മാതാവ്. വാലിദുൻ വാലിദത്തുൻ അല്ലെങ്കിൽ അബുൻ ഉമ്മുൻ. മനസ്സിലായോ? അടുത്ത വാക്ക് ഇബ്നുൻ. ഇബ്നുൻ ആരാണ് കൂട്ടുകാരെ? മകൻ. ഇബ്നുൻ മകൻ. അടുത്ത വാക്ക് നോക്കൂ, ഇബ്നത്തുൻ. ആരാണ്? ഇബ്നത്തുൻ മകൾ. അടുത്ത വാക്ക് ജദ്ദുൻ. പിതാമഹൻ, ഉപ്പുപ്പ. ഉപ്പുപ്പ എന്നുള്ളതിന് അറബി വാക്ക് എന്താണ്? ജദ്ദുൻ. അടുത്ത വാക്ക് ജദ്ദത്തുൻ. പിതാമഹി. ഉമ്മുമ്മ അല്ലെങ്കിൽ ബാപ്പുമ്മ, ഉമ്മാമ. അതിന് പറയുന്ന വാക്കാണ് ജദ്ദത്തുൻ. ജദ്ദുൻ ജദ്ദത്തുൻ. അപ്പോൾ ഒന്നുകൂടെ പറയാ, അബുൻ ഉമ്മുൻ അല്ലെങ്കിൽ വാലിദുൻ വാലിദത്തുൻ. ഇബുൻ ഇബ്നുൻ ഇബ്നത്തുൻ. ജദ്ദുൻ ജദ്ദത്തുൻ അല്ലേ. അടുത്ത വാക്ക് നോക്കൂ, അഖുൻ. അഖുൻ ആരാണ് കൂട്ടുകാരെ? സഹോദരൻ, ബ്രദർ. ഉഖ്തുൻ. ഉഖ്തുൻ സഹോദരി, സിസ്റ്റർ. സഹോദരിക്ക് എന്താണ് അറബിയിൽ പറയുന്നത്? ഉഖ്തുൻ. അടുത്ത വാക്ക് അമ്മുൻ. അമ്മുൻ പിതൃവ്യൻ, പിതാവിന്റെ സഹോദരൻ. കൊച്ചച്ഛൻ, വലിയച്ഛൻ, കൊച്ചാപ്പ, വലിയാപ്പ, മൂത്താപ്പ എന്നൊക്കെ നമ്മൾ പറയും. അമ്മുൻ പിതൃവ്യൻ. അമ്മത്തുൻ പിതൃവ്യ. അമ്മത്തുൻ പിതൃവ്യ, പിതാവിന്റെ സഹോദരി, മാമി എന്ന് പറയും. അടുത്ത വാക്ക് നോക്കൂ, ഖാലുൻ. ആരാണ്? ഖാലുൻ മാതൃ സഹോദരൻ. മാതാവിന്റെ സഹോദരൻ എന്താണ് പറയുന്നത്? ഖാലുൻ മാതൃ സഹോദരൻ, മാമ അല്ലെങ്കിൽ അമ്മാവൻ എന്ന് നമ്മൾ പറയും. ഖാലത്തുൻ മാതൃ സഹോദരി. മാതാവിന്റെ സഹോദരിക്ക് നമ്മൾ എന്ത് പറയും? കുഞ്ഞമ്മ, മൂത്തമ്മ എന്നൊക്കെ നമ്മൾ പറയല്ലേ. അതാണ് ഖാലത്തുൻ. ഖാലുൻ ഖാലത്തുൻ. അടുത്ത വാക്ക് നോക്കൂ, ഖത്തൈൻ മകളുടെ ഭർത്താവ്. മകളുടെ ഭർത്താവ്, മരുമകന് പറയുന്നതാണ് ഖത്തൈൻ. സൗജത്തുൽ ഇബ്നി. സൗജത്തുൽ ഇബ്നി മകന്റെ ഭാര്യ. മകന്റെ ഭാര്യയ്ക്ക് പറയുന്ന പേരാണ് സൗജത്തുൽ ഇബ്ൻ. സൗജ് ഭർത്താവ്, ഹസ്ബൻഡിന് അറബിയിൽ പറയുന്ന പേരാണ് സൗജുൻ. അടുത്ത സൗജത്തുൻ വൈഫ്,
ഭാര്യയ്ക്ക് പറയുന്ന പേര് സൗജത്തുൻ. അറൂസ് പുതുമണവാളൻ, പുതിയാപ്പിള. അറൂസ് അറബിയിൽ പറയുന്ന പദം ഏതാണ്? അറൂസ്. അരീസ് പുതുമണവാട്ടി. പുതുമണവാട്ടി പുതിയ പെണ്ണിനെ അറബിയിൽ പറയുന്ന പേരാണ് അരീസ്. സൗജുൽ അമ്മ അമ്മായിയുടെ ഭർത്താവ്. അമ്മായിയുടെ ഭർത്താവിന് പറയുന്ന പേരാണ് സൗജുൽ അമ്മത്ത്. അടുത്ത ഹഫീദ് പൗത്രൻ, പുത്രന്റെ പുത്രൻ. അതിന് അറബിയിൽ പറയുന്ന പേരാണ് ഹഫീദ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഫാമിലിയുമായി ബന്ധപ്പെട്ട ഈ വാക്കുകളൊക്കെ മനസ്സിലായോ? വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണിത്. ഈ വാക്കുകൾ ജീവിതത്തിൽ നമുക്ക് പിന്നീട് പ്രയോജനപ്പെടുന്ന വാക്കുകളാണ്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഈ അറബി വാക്കുകൾ, കുടുംബവുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ നന്നായിട്ട് വായിച്ചു പഠിക്കുക. മറന്നു പോകാതിരിക്കാൻ വേണ്ടി നോട്ട് ബുക്കുകളിൽ ഹർക്കത്തോടുകൂടി, ചിഹ്നത്തോടുകൂടി തന്നെ നിങ്ങൾ എഴുതി എനിക്ക് അയച്ചു തരികയും ചെയ്യുക. എല്ലാ കൂട്ടുകാരും ചെയ്യുമോ? എങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഈ പാഠഭാഗത്തിന്റെ ബാക്കി ഭാഗവുമായി പഠിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.